ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓണായിട്ട് കുറേ ദിവസം വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കിന്ന് നല്ലൊരു സ്പൈസി ചിക്കൻ ഫ്രൈയും ഒരു റൈസും എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് പാപ്രിക്ക പൗഡർ, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കണം. ഇത് നമുക്ക് വളരെ കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വേവണ്ടേ, അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റൈസിനുള്ള മസാലയൊക്കെ ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഇച്ചിരി കൂടെ എണ്ണ ചേർക്കാം, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ ആവശ്യത്തിന് എണ്ണയുണ്ട്. ഈ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു സവാളയും, ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ എടുത്ത മസാല ഉണ്ടല്ലോ, ആ സെയിം മസാല തന്നെയാണ് ഇതിലേക്കും ചേർക്കുന്നത്. ഈ മസാലയൊക്കെ നന്നായി മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചോറ് ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് അരി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് സെലറി ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസും ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ? അപ്പോൾ ഇനി വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ പിള്ളേരുടെ ലഞ്ച് ബോക്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്